ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. കാരണം രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിലിട്ട പാട്ടൊക്കെ നല്ല വ്യക്തമായിട്ട് ഞാൻ കേട്ടു. കുറച്ച് നാളായിട്ട് രാവിലെ അങ്ങനെ എണീക്കൊക്കെ ഇല്ല. അമ്പാടിക്ക് സ്കൂളിലൊന്നും പോവാത്തതുകൊണ്ട് വിടാത്തതുകൊണ്ട് രാവിലെ എണീക്കൊക്കെ ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് രാവിലെ എണീക്കുന്നത്. അപ്പോൾ അടുക്കളയിലുള്ള കുറച്ച് ഓട്ടപ്പാച്ചിലുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേസ്. അപ്പോൾ കാപ്പിക്കുള്ള പുട്ട് ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പാത്രത്തിലേക്ക് പകർത്തുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മരിച്ചീനി ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു, തോരൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കരിയേപ്പില ഇല്ലേ എന്നുള്ള ചോദ്യം ഇവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. കരിയേപ്പില വാരി വിതറിയിട്ടുണ്ട് കേസ്. പിന്നെ ഇതാ ഇന്ന് ചെങ്കലവ മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ മീനെല്ലാം അറുത്ത് തന്നിട്ടാണ് പോയത്. അറുത്ത് കഷ്ണമാക്കി അങ്ങനെയൊക്കെ ആക്കി തന്നിട്ടാണ് അമ്മ ഫ്രഷാക്കി കട്ട് ചെയ്ത് തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ മീനും കൂടെ വെച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ മീനിന്ന് ഞാൻ മറ്റേ കുടംപുളി ഇട്ട ആ മീനാണ് വയ്ക്കണം. അപ്പോഴും അതായത് പുളിമുളകും അതാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കടുക് വറുത്തിട്ടുണ്ട്. കടുക് വറുത്തിട്ട് ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചത് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിക്ക, മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി ഒന്ന് അടച്ചു വയ്ക്കുക. അത് കുടംപുളി ഇടാൻ മറന്നു പോകരുത് കേസ്. ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കീറി ഇടുക. അതിനുശേഷം അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, ഞാനല്ല വൃത്തിയാക്കിയ അമ്മയാണ്, അമ്മ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഞാൻ തിളച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മീൻകറി അവിടെ നിന്ന് സെറ്റാവുന്ന സമയത്ത് ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് സെറ്റായി. ഞാൻ കറക്റ്റ് 8:30 മണിക്കാണ് ഞാൻ വല്യമ്മയുടെ മോളോടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളും ഞാനും കൂടെയാണ് പോകുന്നത്. ട്രിവാൻഡ്രം വരെ ഒന്ന് പോകാണ്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അമ്പാടിയുടെ ടാറ്റ ബൈ ബൈ ഓക്കെ സി ഒക്കെ പറഞ്ഞിട്ട് അവനിവിടെ അമ്മാമ്മ കൂട്ടിനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ധൈര്യമുണ്ട് എനിക്ക് ഗെയ്സ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ ഓക്കെ സി യു.